ഒരു വില്ല് എഴുതിയിട്ടില്ല എങ്കിൽ ഇങ്ങനെ ആയിരിക്കും അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ. ദ ഫസ്റ്റ് $350,000 ഓഫ് യുവർ എസ്റ്റേറ്റ് ഇസ് വാട്ട് ഇസ് എലിജിബിൾ ഫോർ യുവർ സ്പൗസ്. അതിനുശേഷം അത് ഈക്വലി ഗെറ്റ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് വിത്തിൻ യുവർ ചിൽഡ്രൻ. കാനഡയിൽ പൊതുവായിട്ട് പ്രൊആക്റ്റീവ്ലി നമ്മുടെ ലോയേഴ്സ് ഒക്കെ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് വില്ല് എഴുതുക എന്നുള്ളത്. അതിനെക്കുറിച്ച് ക്രിസിന് പറയാനുള്ളത് എന്താണ്? തീർച്ചയായിട്ടും വില്ലുണ്ടാക്കണം. അത് ജനറലി കാനഡയുടെ അല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒൻറ്റാറിയോ എന്ന് പറയാം. കാരണം ഇറ്റ് ഈസ് എ പ്രൊവിൻഷ്യലി റെഗുലേറ്റഡ് ലോ. അപ്പം ഐഡിയലി യു ഷുഡ് ഹാവ് എ വിൽ ഇൻ പ്ലേസ്. അതിപ്പം അസറ്റ്സ് ഉള്ളവരാകാം, ഇല്ലാത്തവരാകാം. ബട്ട് ഇഫ് യു ഹാവ് ചിൽഡ്രൻ ഹു ആർ അണ്ടർ ദി ഏജ് ഓഫ് 18, യു ഷുഡ് ഹാവ് എ വിൽ ഇൻ പ്ലേസ്, അറ്റ്ലീസ്റ്റ് ടു നെയിം ദെയർ ലീഗൽ ഗാർഡിയൻസ്. പിന്നെ നമ്മളൊരു വീടൊക്കെ മേടിച്ചു, നമുക്ക് അസറ്റ്സ് അത്യാവശ്യമായെങ്കിൽ നമുക്ക് എഴുതുന്നത് വളരെ ഹൈലി റെക്കമെൻഡഡ് ആണ്. വെറുതെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം, കാരണം ഇത് മൊത്തത്തോടെ ഇപ്പം പറയാൻ പറ്റത്തില്ല. ബട്ട് ഒരു എക്സാമ്പിൾ, ദ ഫസ്റ്റ് $350,000 ഓഫ് യുവർ എസ്റ്റേറ്റ് ഇസ് വാട്ട് ഇസ് എലിജിബിൾ ഫോർ യുവർ സ്പൗസ്. അതിനുശേഷം അത് ഈക്വലി ഗെറ്റ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് വിത്തിൻ യുവർ ചിൽഡ്രൻ. അപ്പം നമ്മളൊരാൾ ഒരു വില്ല് എഴുതിയിട്ടില്ല എങ്കിൽ ഇങ്ങനെ ആയിരിക്കും അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ താല്പര്യം. സോ ഈച്ച് വൺ സിനാരിയോ ഇസ് ഡിഫറെൻറ്റ്. So it's highly recommended. So even for example ചില ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ചിലപ്പം ബാങ്ക് അക്കൗണ്ട്സിൽ ഉള്ള ഫണ്ട്സ് ആക്സസിബിലിറ്റി, അതൊക്കെ ഒരു വില്ലില്ല എങ്കിൽ ക്യാൻ ബി ഡിലേഡ് ടു എ വെരി സിഗ്നിഫിക്കൻറ്റ് period of time. പിന്നെ you have to go through court processes, you have to spend a lot of time, money and energy to rightfully get what is yours. പിന്നെ ചില സാഹചര്യങ്ങളിൽ even if you are listed as a nominee and you may not be related to the person who is deceased, പക്ഷെ ആ വ്യക്തി നിങ്ങൾക്കാണ് തരാൻ ഉദ്ദേശിച്ചേക്കുന്നതെങ്കിൽ വേറെ ഒരു എലിജിബിൾ ആയിട്ടുള്ള സക്സഷൻ ലോ പ്രകാരം എലിജിബിൾ ആയിട്ടുള്ള ഒരു ബെനിഫിഷ്യറി ഉണ്ട് എങ്കിൽ ആ ബെനിഫിഷ്യറിക്ക് കിട്ടാനാണ് സാധ്യത കൂടുതൽ. അപ്പം അങ്ങനെ വരുമ്പം ദാറ്റ് ഇസ് നോട്ട് യുവർ വിഷ് ദാറ്റ് ഇസ് ഹാപ്പനിങ് ദെയർ, ദാറ്റ് ഇസ് വാട്ട് ദ ലെജിസ്ലേഷൻ ഹാസ് ഡിസൈഡഡ് ഫോർ യു. സോ ശരിക്കും ഒരു വില്ല് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അതും പേപ്പറിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ലീഗൽ ഡോക്യുമെൻ്റ് ആണ് വില്ലെന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് ഹൈലി റെക്കമെൻഡഡ് ദാറ്റ് യു ഹാവ് യുവർ വിൽ ഇൻ പ്ലേസ്.